ക്രിസ്തുവിന്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞെ, യെശയ്യാ 58:12 പൊളിഞ്ഞ മതിലുകൾ പുനരുദ്ധരിക്കുന്നവനെന്നും ഭവനങ്ങളുടെ കേട് പോക്കുന്നവനെന്നും നീ വിളിക്കപ്പെടും. നീ അറിയപ്പെടുന്നത് നിന്റെ ഡിഗ്രി കൊണ്ടല്ല, നിന്റെ പാണ്ഡിത്യം കൊണ്ടായിരിക്കില്ല, നിന്റെ മഹത്വം പോലും നിന്റെ കഴിവായിരിക്കില്ല. നീ അറിയപ്പെടുന്നത് നിന്റെ പ്രത്യേകമായ തീഷ്ണത കൊണ്ടായിരിക്കും. നീ മതിലുകൾ പുനരുദ്ധരിച്ചവനായിരിക്കും. ഏതെങ്കിലും ഭവനത്തിന് കേടുപാടുണ്ടായാൽ, കെണിയുണ്ടായാൽ, കഷ്ടമുണ്ടായാൽ, നഷ്ടമുണ്ടായാൽ നീ ഓടി അടുത്തെത്തുന്ന അയൽക്കാരനായിരിക്കും. ഒരു കുടുംബത്തിന്റെ കേടുപാട് പരിഹരിക്കാൻ നിന്റെ ചുറ്റുമുള്ള കുടുംബങ്ങളോടുള്ള നിന്റെ കരുണയും നിന്റെ തീഷ്ണതയും നിന്റെ മഹത്വത്തിന് കാരണമാകും. നിന്റെ വീട് പടുത്തുയർത്തിയവനെന്ന അർത്ഥത്തിലല്ല, നീ കുറെ വളർന്നു എന്ന അർത്ഥത്തിലല്ല. ഏതെങ്കിലും ഭവനം മുറിയുമ്പോൾ നിന്റെ കൂടെയുള്ള സഹോദരങ്ങളുടെ കുടുംബത്തിന്റെ തകർച്ചകളും ഭാരങ്ങളും ലഘൂകരിക്കാൻ നീ എന്ത് ചെയ്യുന്നുവോ അത് നിന്റെ മഹിമയായിത്തീരും. ഈ ലോകത്തിന് വേണ്ടത് സ്വന്തം ഭവനങ്ങളെ പടുത്തുയർത്തുന്ന മനുഷ്യനെയല്ല, ഭവനങ്ങളുടെ കേടുപാടുകൾ തീർക്കുന്നവനെയാണ്. നിന്റെ ചുറ്റും തോളത്ത് കൈയിട്ടിരിക്കുന്ന, നിന്റെ കൂടെ സഞ്ചരിക്കുന്ന, നിന്റെ കൂടെ ബിസിനസ് ചെയ്യുന്ന ഒരു മനുഷ്യന്റെ കുടുംബത്തിന്റെ കേടുപാടുകൾ തീർക്കാൻ നീ എന്ത് ചെയ്തോ അത് നിന്റെ മഹിമയായിത്തീരും. അത് നിന്റെ മഹത്വമായി സ്വർഗം എണ്ണുകയും ചെയ്യും. ആമേൻ.